നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. യൂറോപ്പിലാകെ തീവ്ര വലതുപക്ഷം പിടിമുറുക്കുമ്പോൾ ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ 1.5 ദശാബ്ദക്കാലത്തെ ഭരണത്തിന് വിരാമം. ഭരണപക്ഷത്തിനേറ്റ തോൽവിക്ക് പിന്നിൽ UK-യിലെ ഇടതാഭിമുഖ്യമുള്ള ലേബർ പാർട്ടിയാണ്. മുൻ മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ കിയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് നയിച്ച കൺസർവേറ്റീവ് പാർട്ടി നേരിട്ടത്. 50 വർഷത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കിയർ സ്റ്റാർമർ. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഋഷി സുനക് സ്ഥാനമൊഴിയുമ്പോൾ പിൻഗാമിയായ ഏറ്റവും പ്രായം കൂടിയ സ്റ്റാർമർ എത്തുന്നതിലും കൗതുകമുണ്ട്. 11 വനിതാ മന്ത്രിമാരുമായി കിയർ സ്റ്റാർമർ മന്ത്രിസഭാ റെക്കോർഡ് സ്ഥാപിച്ചു. ഏറെ വിവാദമുണ്ടാക്കി റുവാണ്ട പദ്ധതി നിർത്തലാക്കുന്നതായിരുന്നു ലേബർ പാർട്ടി സർക്കാരിന്റെ ആദ്യ തീരുമാനം. ബ്രിട്ടനിൽ 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി അധികാരം പിടിച്ചു. ലേബർ പാർട്ടിയുടെ വൻ വിജയത്തിന് കാരണങ്ങൾ പലതാണ്. രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയും തുടങ്ങി നിരത്താൻ ഒട്ടനവധി ജീവൽ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൺസർവേറ്റീവ് പാർട്ടിയുടെ നാണം കെട്ട തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം മറ്റൊന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അത് തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള റിഫോം പാർട്ടിയുടെ മികച്ച പ്രകടനമാണ്. കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ റിഫോമിലേക്ക് ഒഴുകിയപ്പോൾ അടിപതറിയത് ഋഷി സുനക്കിനും മറ്റ് നേതാക്കൾക്കുമാണ്. കഴിഞ്ഞ 7 പ്രാവശ്യമായി മത്സരിക്കുന്ന റിഫോം പാർട്ടിക്ക് പാർലമെന്റിനുള്ളിൽ ഒരു പ്രതിനിധിയെ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്രാവശ്യം പാർട്ടി തലവനും US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ആരാധകനുമായ നൈജൽ ഫറാഷും മറ്റു 4 പേരും ജയിച്ചത് ഇടത് വലത് കോട്ടകളെ ഞെട്ടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 14.3% വോട്ട് നേടി റിഫോം പാർട്ടി ബ്രിട്ടനിലെ 3ാമത്തെ വലിയ കക്ഷിയുമായി. യൂറോപ്പിലാകെ പടരുന്ന തീവ്ര വലതുപക്ഷ തേരോട്ടം ബ്രിട്ടന്റെ പടിവാതിൽക്കൽ എത്തി എന്നതിന്റെ സൂചനയാണ് റിഫോം പാർട്ടിയുടെ വളർച്ചയെ ചൂണ്ടിക്കാട്ടുന്നത്. 2019 ലഭിച്ച 2% വോട്ടിൽ നിന്നാണ് റിഫോം പാർട്ടി ഇത്രയേറെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത്. കൺസർവേറ്റീവ് വോട്ടുകൾ റിഫോം സ്ഥാനാർത്ഥികൾ ചോർത്തി എന്നാണ് വിലയിരുത്തൽ. ചെറിയ പാർട്ടികളും സ്വതന്ത്രരും മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ശക്തമായ പ്രകടനമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഇത്തരത്തിൽ നേട്ടമുണ്ടാക്കിയ മറ്റൊരു കക്ഷിയാണ് യൂറോപ്യൻ യൂണിയൻ അനുകൂലരായ ലിബറൽ ഡെമോക്രാറ്റുകൾ. 71 സീറ്റുകളിലാണ് അവർ വിജയിച്ചത്. കഴിഞ്ഞ തവണ 8 സീറ്റ് ആയിരുന്നിടത്തു നിന്നാണ് ലിബറൽ ഡെമോക്രാറ്റുകൾ തിളക്കമുള്ള നേട്ടം സ്വന്തമാക്കിയത്. കൺസർവേറ്റീവ് ടോറികൾക്കെതിരായ ജനവികാരം വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പാർലമെന്റിന്റെ അധോസഭയായ ഹൌസ് ഓഫ് കോമൺസിലെ 650 സീറ്റുകളിൽ 412 എണ്ണം നേടിയാണ് ലേബർ പാർട്ടി 14 വർഷത്തിനു ശേഷം അധികാരത്തിൽ തിരിച്ചുവരവ് നടത്തിയത്. 2019 365 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തിയ കൺസർവേറ്റീവ് പാർട്ടി 121 സീറ്റുകളിൽ ഒതുക്കി. കൺസർവേറ്റീവ് പാർട്ടിയുടെ ചരിത്രത്തിലെ ദയനീയമായ തോൽവിയാണ് ഇക്കുറി അവർ ഏറ്റുവാങ്ങിയത്. 11 മന്ത്രിമാർ ഉൾപ്പെടെ കൺസർവേറ്റീവ് പാർട്ടിയിലെ അനേകം പ്രമുഖർ പരാജയം ഏറ്റുവാങ്ങി. വൻ വിജയം നേടിയതിനു പിന്നാലെ ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാർമർ ബ്രിട്ടന്റെ 58ാം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പാർട്ടിക്കല്ല, രാജ്യത്തിനായിരിക്കും പ്രഥമ പരിഗണന എന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞു. ഉപപ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത് ഏഞ്ചല റെയ്നറെയാണ്. അതേസമയം സീറ്റുകളുടെ കാര്യത്തിൽ ലഭിച്ച തകർപ്പൻ വിജയം വോട്ട് ശതമാനത്തിൽ നേടാൻ ലേബർ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ലേബർ പാർട്ടിക്ക് 1/4 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വിജയം ലഭിച്ചുവെങ്കിലും വോട്ട് വിഹിതം ഏറെ കുറഞ്ഞു. 2019 ലഭിച്ചതിൽ നിന്ന് 20%-ലധികം വോട്ടുകൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇത്തവണ കുറഞ്ഞു. ആ വോട്ടുകൾ ലേബർ പാർട്ടിയിലേക്ക് എത്തിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയവർ പറയുന്നത്. വൻ വിജയം നേടിയ ലേബർ പാർട്ടിക്കാകട്ടെ ലഭിച്ചത് 33.8% വോട്ടുകളാണ്. 5 വർഷം മുൻപ് ലഭിച്ചതിനേക്കാൾ 2% കൂടുതലെന്ന് മാത്രം. ഇത് ബ്രിട്ടനിൽ ഭൂരിപക്ഷം നേടിയ ഒരു കക്ഷിക്ക് ലഭിച്ച ഏറ്റവും കുറവ് വോട്ട് വിഹിതമാണ്. എന്നിട്ടും 412 സീറ്റുകൾ അവർ നേടി.
മുൻപ് ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിന്റെ നേതൃത്വത്തിൽ നേടിയ 40% വോട്ടിന്റെ അടുത്തുപോലും എത്താൻ ഇക്കുറി കെയർ സ്റ്റാർമറിനും സംഘത്തിനും കഴിഞ്ഞില്ല. ലേബർ പാർട്ടിക്ക് കുറഞ്ഞ വോട്ട് വിഹിതം അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനിയുള്ള ഭരണകാലം ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കണമെന്ന് വോട്ട് വിഹിതം അവരെ ഓർമ്മപ്പെടുത്തുന്നു. വനിതാ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് ലേബർ പാർട്ടി നയിക്കുന്ന സർക്കാർ. 25 അംഗ മന്ത്രിസഭയിൽ വനിതകളുടെ എണ്ണം 11. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഇത് റെക്കോർഡാണ്. ഇന്ത്യൻ വംശജയായ ലിസ നന്ദിയെ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രിയായി നിയമിച്ചു. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത ധനമന്ത്രിയുമായി. റേച്ചൽ റീവ്സ് ആണ് ആ പദവിയിലെത്തുന്ന വനിത. യവെറ്റ് കൂപ്പറെ ആഭ്യന്തരമന്ത്രിയായും ഡേവിഡ് ലാമിയെ വിദേശകാര്യമന്ത്രിയായും നിയമിച്ചു. കെയർ സ്റ്റാർമർ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം തന്നെ കൺസർവേറ്റീവ് പാർട്ടിക്കും ഋഷി സുനക്കിനും തിരിച്ചടിയായി. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള റുവാണ്ട പദ്ധതി നിർത്തലാക്കിയതായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അറിയിച്ചു. റുവാണ്ട പദ്ധതി മരിച്ചതാണെന്നും തുടങ്ങും മുൻപേ ഒടുങ്ങിയതാണെന്നും ആദ്യ മന്ത്രിസഭായോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. 2022 ജനുവരി 1 ശേഷം ചെറുബോട്ടുകളിലും മറ്റുമായി യുകെയിലേക്ക് കുടിയേറിയവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള കൺസർവേറ്റീവ് സർക്കാരിന്റെ പദ്ധതി ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. പദ്ധതി നിർത്തലാക്കുന്നതോടെ ഇതിനായി ചെലവഴിച്ച 3000 കോടിയോളം രൂപ ബ്രിട്ടീഷ് സർക്കാരിന് നഷ്ടമാകും. അതേസമയം ഇന്ത്യ UK ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയിലും ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലമാക്കാനുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കെയർ സ്റ്റാർമറെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ വേഗം പൂർത്തിയാക്കാനും ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി എന്നാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. പരമ്പരാഗത രാഷ്ട്രീയക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. മറ്റുള്ളവരുടെ കണ്ണിൽ വയസ്സാം കാലത്ത് രാഷ്ട്രീയത്തിലെത്തിയവൻ. 52 വയസ്സിലാണ് സ്റ്റാർമറുടെ രാഷ്ട്രീയ പ്രവേശം. 10 വർഷത്തിനുള്ളിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കും പ്രധാനമന്ത്രി പദവിയിലേക്കുമുള്ള കിയർ സ്റ്റാർമറുടെ വളർച്ചയ്ക്ക് പിന്നിൽ മാന്ത്രികതയോ ഗോഡ്ഫാദർമാരുടെ അനുഗ്രഹമോ ഇല്ലെന്ന് തന്നെ പറയാം. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ കിയർ സ്റ്റാർമറുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. 1962 സെപ്റ്റംബർ 2 ഇടത്തരം കുടുംബത്തിലാണ് കെയർ സ്റ്റാർമർ ജനിച്ചത്. അമ്മയും അച്ഛനും ലേബർ പാർട്ടിയുടെ അടിയുറച്ച അനുയായികളായിരുന്നു. പാർട്ടിയോടുള്ള കൂറ് കാരണം ഇരുവരും പാർട്ടി സ്ഥാപകനായ കെയർ ഹാർഡിയുടെ ഓർമ്മയ്ക്കായി മകന് കെയർ സ്റ്റാർമർ എന്നു പേരിട്ടു. ആ മകനിന്ന് ലേബർ പാർട്ടിയുടെ ഉന്നത നേതാവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായതും തികച്ചും യാദൃച്ഛികം. പഠിക്കാൻ മിടുക്കനായിരുന്നു സ്റ്റാർമർ. 16 വയസ്സുവരെ ലോക്കൽ കൌൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ പഠിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ലീഡ്സിൽ നിയമബിരുദം നേടി. തുടർന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് മനുഷ്യാവകാശ നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. നിയമമേഖലയിൽ നൽകിയ സംഭാവനകളെ മാനിച്ച് എലിസബത്ത് രാജ്ഞി ബ്രിട്ടനിലെ പരമോന്നത പുരസ്കാരമായ സർ പദവി സ്റ്റാർമർക്ക് നൽകി ആദരിച്ചു. ഭാര്യ വിക്ടോറിയ. ഇരുവർക്കും 2 മക്കൾ. 2019 ലേബർ പാർട്ടി കനത്ത തോൽവി ഏറ്റുവാങ്ങിയ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിലൂടെയാണ് കെയർ സ്റ്റാർമർ അമരത്തെത്തിയത്. ഉയർന്ന ജീവിത ചെലവുകൾ, ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ, കുടിയേറ്റം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളായിരുന്നു ഇത്തവണ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. നാഷണൽ ഹെൽത്ത് സർവീസ് വഴി ഡോക്ടറെ സന്ദർശിക്കാൻ ദിവസങ്ങളും ആഴ്ചകളും കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ സുനക് സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടിയായി. കൂടാതെ കോവിഡ് കാലത്തെ അഴിമതി, പാർട്ടി ഗേറ്റ് വിവാദത്തിനൊപ്പം 3 പ്രധാനമന്ത്രിമാരാണ് ബ്രിട്ടനെ നയിച്ചത്. ഇതെല്ലാം ജനങ്ങളിൽ കൺസർവേറ്റീവ് ഭരണത്തോട് എതിർപ്പിന് കാരണമായി. നികുതി വർദ്ധിക്കുന്നത് തടയണമെങ്കിൽ ലേബർ പാർട്ടിയെ അധികാരത്തിന് പുറത്തു നിർത്തണമെന്നായിരുന്നു സുനക് ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ അതൊന്നും വിലപ്പോയില്ല എന്ന് അടിവരയിടുന്നതാണ് ഫലം. തൊഴിലാളികൾക്ക് വേണ്ടി പുതിയ നയപരിപാടികൾ അവതരിപ്പിക്കുക എന്ന നിലപാടുമായാണ് കെയർ സ്റ്റാർമർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ഒരു മിതവാദ നിലപാടാണ് സ്റ്റാർമറിന്റെ പ്രത്യയശാസ്ത്രം. അതിനെ സ്റ്റാർമറിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തിക സ്ഥിരത, തൊഴിലാളികളുടെ അവകാശങ്ങൾ,
പരിസ്ഥിതി വിഷയങ്ങൾ എന്നിവയെല്ലാം അതിലുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ പ്രത്യേകിച്ചു മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരുകയും ആരോഗ്യമേഖല തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്റ്റാർമറിസം ബ്രിട്ടീഷുകാരുടെ ജീവിതത്തിൽ എന്ത് ചലനമുണ്ടാക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ലോകം ഏറെ ശ്രദ്ധിച്ച ഇറാനിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരിഷ്കരണവാദിയായ ഡോക്ടർ മസൂദ് പെസഷ്കിയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭണത്തെ പിന്തുണച്ച മസൂദിന്റെ വിജയത്തെ രാജ്യത്തെ യുവാക്കളും ജനാധിപത്യവാദികളും സന്തോഷത്തോടെയാണ് വരവേറ്റത്. അതിയാഥാസ്ഥിതികനും ഇറാൻ ആണവ പദ്ധതിയുടെ മുൻ വക്താവുമായ സയ്യിദ് ജലീലിയെയാണ് ഡോക്ടർ മസൂദ് പെസഷ്കിയൻ പരാജയപ്പെടുത്തിയത്. മതഭരണത്തിന്റെ വിലക്കുകളെ മറികടന്ന് ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം നൽകാൻ പുതിയ പ്രസിഡന്റിന് കഴിയുമോ എന്ന ചോദ്യം ശക്തമാണ്. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ മസൂദ് പെസഷ്കിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാന്റെ മതാധിഷ്ഠിത കാർക്കശ്യ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മതഭരണത്തിന്റെ വിലക്കുകളിൽ നിന്ന് അല്പമെങ്കിലും സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന പ്രത്യാശയിലാണ് ഇറാനിലെ ജനങ്ങൾ ഡോക്ടർ മസൂദിന് വോട്ട് ചെയ്തത്. ജൂൺ 28 നടന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റൌണ്ടിൽ ഒരു സ്ഥാനാർത്ഥിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നത്. രണ്ടാം ഘട്ടത്തിൽ 49.8% ഉയർന്നു. റിഫോമിസ്റ്റ് സ്ഥാനാർത്ഥിയായ മസൂദ് പെസഷ്കിന് 1.6 കോടി വോട്ടുകളും എതിരാളി കടുത്ത യാഥാസ്ഥിതികവാദിയായ സയ്യിദ് ജലീലിക്ക് 1.3 കോടി വോട്ടുകളും ലഭിച്ചു. ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചതിനെ തുടർന്നാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇറാൻ ആഭ്യന്തര മന്ത്രാലയം വിജയം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ മസൂദ് പെസഷ്കിയന്റെ അനുയായികൾ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും തെരുവിലിറങ്ങി ആഘോഷങ്ങൾ നടത്തിയിരുന്നു. ഭൂരിഭാഗവും യുവാക്കളടങ്ങിയ അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിൽ നൃത്തം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. പരിഷ്കരണവാദിയായ ഡോക്ടർ മസൂദ് പെസഷ്കിയൻ ഇറാന്റെ കുപ്രസിദ്ധമായ സദാചാര പോലീസിന്റെ കടുത്ത വിമർശകനുമാണ്. ഇറാനിൽ ഐക്യവും ഒത്തുചേരലും ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അദ്ദേഹം ലോകത്തിൽ നിന്നുള്ള ഇറാന്റെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരമായി ഇറാൻ ആണവ പരിപാടി നിയന്ത്രിക്കാൻ സമ്മതിച്ച 2015 ആണവ കരാർ പുതുക്കുന്നതിന് പാശ്ചാത്യ ശക്തികളുമായി ചർച്ചകൾ നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പുരോഗമനവാദികളും മുൻ പ്രസിഡന്റുമാരുമായ ഹസൻ റുഹാനി, മുഹമ്മദ് ഖത്തമി എന്നിവരുടെ പിന്തുണ മസൂദ് പെസഷ്കിന് ലഭിച്ചിരുന്നു. മുൻ ആരോഗ്യമന്ത്രിയും മുൻ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കറുമായ ഡോക്ടർ മസൂദ് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സൈനിക സേവനവും ചെയ്തിരുന്നു. അതേസമയം കടുത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടുകാരനും ആണവ കരാർ പുനഃസ്ഥാപിക്കുന്നതിനോട് വിയോജിപ്പുമുള്ള വ്യക്തിയായിരുന്നു സയ്യിദ് ജലീലി. നേരത്തെ ആണവ ചർച്ചകളുടെ ഭാഗമായിരുന്ന ജലീലിന് ഇറാനിലെ കടുത്ത മതവിശ്വാസികളുടെ ശക്തമായ പിന്തുണയുണ്ട്. മതാധിഷ്ഠിത ഭരണകൂടത്തോടുള്ള കടുത്ത അതൃപ്തിയെ തുടർന്നാണ് രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. എന്നാൽ സയ്യിദ് ജലീലി പ്രസിഡന്റാകുന്നത് തടയാൻ രണ്ടാം ഘട്ടത്തിൽ അവർ വോട്ട് ചെയ്യാനെത്തി. മതനേതൃത്വത്തിന്റെ പിന്തുണ ആസ്വദിക്കുന്ന ജലീലി വിജയിച്ചാൽ ഇറാൻ പുറം ലോകവുമായി കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്നും ലോകരാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുമെന്നും ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. ഇറാനിലെങ്ങും പ്രക്ഷോഭത്തിനും അനേകം പേരുടെ മരണത്തിനും കാരണമായ ഹിജാബ് നിർബന്ധമാക്കുന്ന നിയമത്തിൽ അയവ് വരുത്തുമെന്നാണ് ഡോക്ടർ മസൂദ് പെസഷ്കിന്റെ വാഗ്ദാനം. പരമോന്നത മതനേതാവ് അയത്തുള്ള അലി ഖമേനിയെ മറികടന്നുള്ള പരിഷ്കാരങ്ങൾ എത്രത്തോളം സാധ്യമാകുമെന്ന സംശയവും ഉയരുന്നുണ്ട്. വാഗ്ദാനം പാലിക്കാൻ മതമേധാവികളുമായി മസൂദ് പെസഷ്കിന് കലഹിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇറാന്റെ ആണവ പദ്ധതി, ഇറാൻ US ബന്ധം തുടങ്ങിയവയാണ് പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ. ആര് പ്രസിഡന്റായാലും ഇറാന്റെ വിദേശ നയത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്തു എന്ന അവസ്ഥയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റേത്. യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഫ്രഞ്ച് പാർലമെന്റിന്റെ അധോസഭയായ ദേശീയ അസംബ്ലിയിലേക്ക് തിരക്കിട്ട് പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് ഇമ്മാനുവൽ മാക്രോണിന് കനത്ത പ്രഹരമായി. കഴിഞ്ഞയാഴ്ച നടന്ന ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി നേടിയത്. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ ബദ്ധവൈരികളോടൊപ്പം ശേഷിക്കുന്ന 3 വർഷവും ഭരിക്കേണ്ടി വരുമോ എന്ന സമ്മർദ്ദത്തിലാണ് പ്രസിഡന്റ് മാക്രോൺ.
ഉണ്ടിരുന്ന നായർക്ക് ഉൾവിളി എന്ന് പറഞ്ഞ പോലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ അവസ്ഥ. ഭരണകാലാവധി ഇനിയും 3 വർഷം ബാക്കിയിരിക്കെ പാർലമെന്റിലെ അധോസഭയായ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ മക്രോണിന് കനത്ത തിരിച്ചടി. എക്സിറ്റ് പോൾ പ്രവചിച്ചതുപോലെ ഫ്രഞ്ച് പാർലമെന്റിലേക്ക് നടന്ന ആദ്യഘട്ടത്തിൽ തീവ്ര വലത് നേതാവ് മരീൻ ലെ പെന്നിന്റെ നാഷണൽ റാലി അഥവാ NR ചരിത്ര നേട്ടം കൊയ്തു. പൊളിറ്റിക്കൽ ഇസ്ലാമിനോടും കുടിയേറ്റത്തിനുമെതിരെ കടുത്ത നിലപാടുള്ള നാഷണൽ റാലി 33.15% വോട്ട് നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് 27.99% വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തി. പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ റിനൈസൻസ് പാർട്ടി രൂപം കൊടുത്ത ലിബറൽ സഖ്യമായ എൻസെമ്പിളിന് 20.76% വോട്ടോടെ 3ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. 577 അംഗ പാർലമെന്റിലേക്കായിരുന്നു ജൂൺ 30 തെരഞ്ഞെടുപ്പ് നടന്നത്. 296 സീറ്റിൽ NR മുന്നിട്ട് നിൽക്കുന്നു. 289 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 2ാം ഘട്ടം കഴിയുമ്പോൾ 300 സീറ്റുകൾ വരെ NR നേടുമെന്നാണ് വിലയിരുത്തൽ. പോളിംഗ് 25% കുറഞ്ഞതും വിജയിക്ക് 50% വോട്ട് കിട്ടാത്തതുമായ 501 മണ്ഡലങ്ങളിൽ ജൂലൈ 7 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷമേ അന്തിമഫലം പ്രഖ്യാപിക്കൂ. 2ാം ഘട്ടത്തിലും നാഷണൽ റാലിക്ക് തന്നെയാണ് വിജയസാധ്യത എന്ന് പ്രവചനങ്ങൾ പറയുന്നു. ആദ്യഘട്ടത്തിൽ 50%-ലേറെ വോട്ട് നേടിയ 39 നാഷണൽ പാർട്ടി സ്ഥാനാർത്ഥികൾ MP സ്ഥാനം ഉറപ്പിച്ചു. പാർട്ടി നേതാവ് മരീൻ ലെ പെൻ, ഉപാധ്യക്ഷൻ സെബാസ്റ്റ്യൻ ഷെനു തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ടത്തിൽ തന്നെ വിജയിച്ചു. പസഫിക് സമുദ്രത്തിലെ ഫ്രഞ്ച് ഭരണപ്രദേശമായ ന്യൂ കാലഡോണിയ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും നാഷണൽ റാലിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചു. ന്യൂ കാലഡോണിയയിലുള്ളവർക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ലെങ്കിലും ദേശീയ അസംബ്ലിയിൽ വോട്ട് ചെയ്യാൻ അനുവാദമുണ്ട്. സോഷ്യലിസ്റ്റുകളുടെ ശക്തികേന്ദ്രമായിരുന്ന ഹോഡെ ഫ്രാൻസിലും 17 സീറ്റുകൾ നേടി നാഷണൽ റാലി മുന്നേറി. 60 വർഷമായി ഇടതുപക്ഷം കൈയടക്കി വച്ചിരുന്ന പാസ് ഡെക്കാലയിൽ അവരുടെ സ്ഥാനാർത്ഥി തോറ്റു. തീവ്ര വലതുപക്ഷ കക്ഷിയായ നാഷണൽ റാലിയുടെ മുന്നേറ്റം യൂറോപ്പിൽ വലിയ അപകടം മണക്കുന്നതിന്റെ സൂചനയാണെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു. കേവല ഭൂരിപക്ഷമായ 289 സീറ്റ് ലഭിച്ചാൽ 2ാം ലോക യുദ്ധത്തിന് ശേഷം ഫ്രാൻസിൽ അധികാരത്തിലെത്തുന്ന ആദ്യ തീവ്ര വലതുപക്ഷ കക്ഷിയായി നാഷണൽ റാലി മാറും. കുടിയേറ്റ വിരുദ്ധതയും മക്രോണിന്റെ ഭരണവിരുദ്ധ വികാരവുമാണ് നാഷണൽ റാലിക്ക് അനുകൂലമാവുന്നത്. ദേശീയ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷമായ 289 സീറ്റുകളിൽ കുറവാണെങ്കിലും പാർട്ടി സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്ന് ലെ പെൻ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. നാഷണൽ റാലിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ 28 വയസ്സുകാരനായ ജോർദാൻ ബാർദില പ്രധാനമന്ത്രിയാകുമെന്നാണ് സൂചന. ജൂൺ ആദ്യവാരം യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാക്രോണിന്റെ പാർട്ടി പരാജയപ്പെടുകയും നാഷണൽ റാലി മുന്നിലെത്തുകയും ചെയ്തിരുന്നു. നാഷണൽ റാലി 33% നേടിയപ്പോൾ അതിന്റെ പകുതി പോലും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടി നേടിയില്ല. ഇതിനു പിന്നാലെയാണ് ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചത്. 2022 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് 2027 വരെ കാലാവധി ഉണ്ടെന്നിരിക്കെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നടപടി കൈവിട്ട കളിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം 2ാം ഘട്ടത്തിൽ നാഷണൽ റാലിയെ തോൽപ്പിക്കാൻ ഇടത് മിതവാദി പാർട്ടികളുമായി കൈകോർക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. നാഷണൽ റാലിക്കെതിരെ വിശാല ജനാധിപത്യ സഖ്യത്തിന് മാക്രോൺ ആഹ്വാനം ചെയ്തു. 2 പതിറ്റാണ്ടിന് മുൻപ് വിജയിച്ച ഈ തന്ത്രം വീണ്ടും പരീക്ഷിക്കുകയാണ് മാക്രോൺ. 2002 മരീൻ ലെ പെന്നിന്റെ പിതാവും നാഷണൽ റാലി പാർട്ടി നേതാവുമായ ഷോങ് മാരിൻ ലെ പെൻ ജാക്ക് ഷിറാഫ് അധികാരത്തിലെത്താതിരിക്കാനാണ് ഐക്യമുന്നണി രൂപീകരിച്ചത്. അതേ തന്ത്രമാണ് ഇപ്പോൾ മകൾ മരീൻ ലെ പെന്നിനെതിരെ മാക്രോൺ പയറ്റുന്നത്. നാഷണൽ റാലി സ്ഥാനാർത്ഥിക്കെതിരെ വിജയസാധ്യതയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ പിന്തുണയ്ക്കാൻ മാക്രോൺ തന്റെ മിതവാദി സഖ്യത്തിന് നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് സഖ്യത്തിലെ 200-ലേറെ സ്ഥാനാർത്ഥികൾ പിന്മാറി. ഈ നീക്കം എത്രത്തോളം വിജയിക്കുമെന്ന് മാക്രോണിനും ഉറപ്പില്ല. പാർട്ടി നേതാക്കളുടെ നിർദ്ദേശം വോട്ടർമാർ അനുസരിക്കണമെന്നില്ല എന്നാണ് വിലയിരുത്തൽ. ആരധികാരത്തിലെത്തിയാലും രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാക്രോൺ. ഫ്രഞ്ച് ഭരണഘടനയനുസരിച്ച് പ്രധാനമന്ത്രിയേക്കാൾ അധികാരം പ്രസിഡന്റിനാണ്.
തീവ്ര വലത് സഖ്യം ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷം നേടിയാൽ ശത്രുപക്ഷത്തുള്ള പ്രധാനമന്ത്രിക്കൊപ്പം ബാക്കിയുള്ള 3 വർഷം പ്രസിഡന്റ് മാക്രോണിന് ഭരിക്കേണ്ടിവരും. സർക്കാർ ചെലവുകൾ, നയങ്ങൾ, ഭരണഘടന എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസാക്കണമെങ്കിൽ ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ അംഗീകാരം വേണം. ഏതെങ്കിലും നിയമത്തിന്റെ കാര്യത്തിൽ സെനറ്റും ദേശീയ അസംബ്ലിയും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ദേശീയ അസംബ്ലിയുടെ തീരുമാനമാണ് അന്തിമമായി കരുതുന്നത്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഒരു സഖ്യത്തിനും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായിരിക്കും ഫ്രാൻസിനെ കാത്തിരിക്കുന്നത്. ഭൂരിപക്ഷം ആർക്കും ലഭിച്ചില്ലെങ്കിൽ 1 വർഷത്തിനു ശേഷമേ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടന അനുശാസിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ തൂക്കുമന്ത്രിസഭയാണ് ഏക പോംവഴി. ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സിന് ഇനി അധിക ദിവസങ്ങൾ ഇല്ലെന്നിരിക്കെ ഫ്രാൻസിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം. റോഡിലോ മറ്റോ പരിക്കേറ്റവരെ കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോകുന്ന ചില മനുഷ്യരുണ്ട്. പക്ഷേ ഉറുമ്പുകൾ അങ്ങനെയല്ല എന്നാണ് ഏറ്റവും പുതിയ ഗവേഷണ പഠനം വ്യക്തമാക്കുന്നത്. പരിക്കേറ്റവരെ മറ്റു ഉറുമ്പുകൾ ചുമന്ന് കൂട്ടിലെത്തിച്ച് അഡ്മിറ്റ് ചെയ്യും. പിന്നെ നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്. സഹജീവികളുടെ ജീവൻ രക്ഷിക്കാൻ കാൽമുറിക്കൽ ശസ്ത്രക്രിയ അഥവാ ആംപ്യൂട്ടേഷൻ സർജറി വരെ ഉറുമ്പ് ഡോക്ടർമാർ ചെയ്യുമെന്നാണ് കറന്റ് ബയോളജി ജേണൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഉറുമ്പ് കോളനിയിൽ പലപ്പോഴും ഗ്യാങ് വാർ നടക്കാറുണ്ട്. ഭക്ഷണത്തിനും കൂടിനും വേണ്ടിയാണ് അടിപിടി. സ്പിൽബർഗിന്റെ സിനിമകളിലെ ചില രംഗങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഈ സംഘർഷത്തിൽ പലർക്കും പരിക്കേൽക്കാറുണ്ട്. ചിലരുടെ കാലുകൾ മുറിയും. പരിക്കേറ്റവരെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കണ്ണിൽ ചോരയില്ലായ്മയൊന്നും ഉറുമ്പുകളുടെ ജീവിത സംസ്കാരത്തിലില്ല. പരിക്കേറ്റവരെ എടുത്തുകൊണ്ടുപോയി കൂട്ടിൽ അഡ്മിറ്റ് ചെയ്യും. ഉറുമ്പ് കോളനികളിലെ അധ്വാനികൾ വനിതകളായതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരും അവരായിരിക്കും. കാലിന്റെ അഗ്രഭാഗത്താണ് മുറിവെങ്കിൽ ഉമിനീർ ചികിത്സയാണ് ആദ്യം. വനിതാ ഡോക്ടർമാർ വായിലെ സ്രവം ഉപയോഗിച്ച് മുറിവുണ്ടായ സ്ഥലം നനച്ചുകൊടുക്കും. ഉറുമ്പുകളുടെ കൗതുകം നിറഞ്ഞ ഇത്തരം ചികിത്സാരീതികളിലേക്ക് ആദ്യമായി ഗവേഷണം നടത്തിയത് ജർമ്മനിയിലെ വേർഡ്സ്ബാഗ് സർവകലാശാലയിലെ പ്രാണി പഠന വിദഗ്ധൻ ഡോക്ടർ എറിക് ഫ്രാങ്കാണ്. തന്റെ പുതിയ കണ്ടെത്തൽ കറന്റ് ബയോളജി ജേണലിൽ അടുത്തിടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. തുടയെല്ലിലാണ് പരിക്കെങ്കിൽ ഉമിനീർ ചികിത്സ പോരാ, ആംപ്യൂട്ടേഷൻ തന്നെ വേണ്ടിവരും. കടിച്ചാണ് പരിക്കേറ്റ കാൽ മുറിച്ചു മാറ്റുന്നത്. ഇതിന് 40 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെ നീളുന്ന ശസ്ത്രക്രിയയ്ക്കാണ് ഉറുമ്പുകൾ നേതൃത്വം നൽകുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കാൽ മുറിച്ചു മാറ്റപ്പെടുന്ന ഉറുമ്പുകൾ 90 മുതൽ 95% വരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായി എറിക് ഫ്രാങ്കും അദ്ദേഹത്തിന്റെ ഗവേഷണ സംഘവും കണ്ടെത്തി. വായിലെ സ്രവം ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് വിധേയരാകുന്ന ഉറുമ്പുകളിൽ 75% അതിജീവിക്കുന്നു. ആന്റിബയോട്ടിക്കായാണ് ഉമിനീരിനെ ഉറുമ്പുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ശസ്ത്രക്രിയ വേണോ എന്ന് ഉറുമ്പുകൾ തീരുമാനിക്കുന്നത് തികച്ചും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് എറിക് ഫ്രാങ്ക് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നു. ഈ അറിവ് മനുഷ്യരുടെ ചികിത്സാരീതികളോട് മത്സരിക്കാൻ കഴിയുന്ന സംവിധാനമാണെന്നും ഡോക്ടർ ഫ്രാങ്ക് വ്യക്തമാക്കുന്നു. ഫ്ലോറിഡ കാർപെന്റർ ഉറുമ്പുകളെയാണ് എറിക്കും സംഘവും പഠനത്തിന് വിധേയമാക്കിയത്. സമാനമായ മറ്റു ഉറുമ്പ് വർഗങ്ങൾക്കും ഇത്തരം ചികിത്സാരീതികൾ ഉണ്ടോ എന്നും ഉറുമ്പുകൾ എങ്ങനെയാണ് ഇത്തരം സങ്കീർണമായ ചികിത്സാരീതികൾ കൈകാര്യം ചെയ്യുന്നത് എന്നുമുള്ള തുടർ പഠനത്തിലാണ് ഗവേഷകർ. അതേസമയം സഹജീവികളോടുള്ള സഹതാപം കൊണ്ടല്ല ഉറുമ്പുകൾ ചികിത്സയും മറ്റും നടത്തുന്നതെന്ന് കരുതാനാവില്ലെന്നാണ് എറിക് പറയുന്നത്. മിക്കപ്പോഴും പരിക്കേൽക്കുന്നത് ഉറുമ്പ് കോളനികളിലെ തൊഴിലാളികൾക്കാണ്. അവരെ ചികിത്സിച്ച് ഭേദമാക്കി വീണ്ടും തൊഴിലെടുപ്പിക്കേണ്ടത് കോളനിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ സഹതാപമല്ല, വർക്ക് മാനേജ്മെന്റിന്റെ ഭാഗമാണ് ഈ ആതുര ശുശ്രൂഷ. ലോകത്തെ കറക്കി തിരിച്ച സമചതുരക്കട്ടയ്ക്ക് 50 ആണ്ട് തികഞ്ഞു.
ഒരു ഹോബി എന്നതിലുപരി ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന റൂബിക്സ് ക്യൂബിന്റെ കാര്യമാണ് പറഞ്ഞുവരുന്നത്. എത്ര കളിച്ചാലും മതിവരാത്തതും പുതുമ നഷ്ടപ്പെടാത്തതുമായ ഈ കളിപ്പാട്ടമാണ് ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. ലോകം കീഴടക്കിയ റുബിക്സ് ക്യൂബ് കേവലം ഒരു കളിപ്പാട്ടം മാത്രമല്ല, കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും മറ്റു പലതിനും നിർദ്ദേശിക്കുന്ന പസിൽ ഗെയിം കൂടിയാണിത്. കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പ്രചാരം കൂടിയ ഈ കാലത്തും റുബിക്സ് ക്യൂബിന് ആവശ്യക്കാർ ഏറെയാണ്. 1974 ഹംഗറിക്കാരനായ ആർക്കിടെക്റ്റും പ്രൊഫസറുമായിരുന്ന എർണോ റുബിക്കാണ് ഈ അത്ഭുത ക്യൂബ് കണ്ടുപിടിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായിയായി എർണോ നിർമ്മിച്ച ത്രിമാന രൂപങ്ങളുടെ ഭാഗമാണ് ഈ സമചതുരക്കട്ട. ഒരു ക്യൂബ് ഉപയോഗിച്ച് വിവിധങ്ങളായ രൂപങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്ന് തെളിയിക്കാനായിരുന്നു എർണോയുടെ ലക്ഷ്യം. 6 വശങ്ങളിൽ വിവിധ വർണ്ണങ്ങൾ കൊടുത്ത് മരം കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ക്യൂബ് എർണോ നിർമ്മിച്ചു. പിന്നീടാണ് മറ്റൊരു സാധ്യത ഈ വസ്തുവിനുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കളിപ്പാട്ടമാണ് ഇതെന്നുകൂടി അദ്ദേഹം തിരിച്ചറിയുന്നു. താൻ കണ്ടുപിടിച്ച മാന്ത്രിക കളിപ്പാട്ടത്തിനു മുന്നിൽ എർണോയും ആദ്യം തോറ്റുപോയി. 1 മാസം വേണ്ടി വന്നു എർണോയ്ക്ക് തന്റെ ക്യൂബ് ആദ്യത്തെ പ്രാവശ്യം സോൾവ് ചെയ്യാൻ. താൻ കണ്ടെത്തിയ കളിപ്പാട്ടത്തിന് 1974 എർണോ പേറ്റന്റ് സ്വന്തമാക്കി. എയർക്രാഫ്റ്റ് എഞ്ചിനീയറായിരുന്ന പിതാവിന്റെ പ്രോത്സാഹനമായിരുന്നു അതിനു പിന്നിൽ. പേറ്റന്റ് ലഭിച്ചതിന് ശേഷം വ്യാവസായിക ഉൽപാദനത്തിനായി എർണോ പലരെയും സമീപിച്ചു. എല്ലാവരും തിരസ്കരിച്ചപ്പോൾ എർണോയ്ക്ക് നിരാശ തോന്നി. തുടർന്ന് മാജിക് ക്യൂബ് എന്ന പേരിൽ സ്വയം നിർമ്മിച്ചു. 5 വർഷം കൊണ്ട് 3 ലക്ഷത്തോളം മാജിക് ക്യൂബ് ഹംഗറിയിൽ വിറ്റുപോയി. 1974 കളിപ്പാട്ട നിർമ്മാതാക്കളുടെ ഒരു അന്താരാഷ്ട്ര എക്സിബിഷനിൽ എർണോ തന്റെ മാജിക് ക്യൂബും പ്രദർശിപ്പിച്ചു. അതോടെ എർണോയുടെ മാത്രമല്ല, ആ കളിപ്പാട്ടത്തിന്റെയും തലവര മാറി. എക്സിബിഷനിൽ പങ്കെടുത്ത ശേഷം ഹംഗറിക്ക് പുറത്തേക്ക് മാജിക് ക്യൂബ് അറിയപ്പെടാൻ തുടങ്ങി. താമസിക്കാതെ കളിപ്പാട്ടം നിർമ്മിക്കാനുള്ള അവകാശത്തിനായി വിവിധ കമ്പനികൾ തയ്യാറായി. അമേരിക്കയിലെ പ്രശസ്ത കളിപ്പാട്ട നിർമ്മാതാക്കളായ ഐഡിയൽ ടോയ് കമ്പനിയുമായി എർണോ കരാറിൽ ഒപ്പിട്ടു. 1980 മുതൽ കമ്പനി ഉൽപാദനം ആരംഭിച്ചു. അപ്പോഴേക്കും മാജിക് ക്യൂബിന്റെ പേര് നിർമ്മാണ കമ്പനി മാറ്റിയിരുന്നു. റുബിക്സിന്റെ പേരിനൊപ്പം ക്യൂബ് ചേർത്ത് കളിപ്പാട്ടം പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. 2 വർഷത്തിനുള്ളിൽ 10 കോടിയിലേറെ റുബിക്സ് ക്യൂബുകൾ ലോകമെമ്പാടും വിറ്റഴിഞ്ഞു. ഇതുവരെ 350 മില്യണിലേറെ ക്യൂബുകൾ വിറ്റൊഴിഞ്ഞു എന്നാണ് അനുമാനം. നിരവധി തവണ ടോയ് ഓഫ് ദ ഇയർ പുരസ്കാരം റുബിക്സ് ക്യൂബ് നേടിയിട്ടുണ്ട്. റുബിക്സ് ക്യൂബിന് 6 മുഖങ്ങളുണ്ട്. ഓരോ മുഖവും 9 സമചതുരങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. വെള്ള, ചുവപ്പ്, നീല, ഓറഞ്ച്, പച്ച, മഞ്ഞ എന്നിങ്ങനെ 6 നിറങ്ങളിലാണ് സമചതുരങ്ങൾ. 6 വശങ്ങളും ഏതു രീതിയിൽ വേണമെങ്കിലും തിരിക്കാം. ഇങ്ങനെ തിരിക്കുമ്പോൾ എല്ലാ നിറങ്ങളും കൂടിക്കലരും. എന്നാൽ ഒരു വശത്ത് ഒരേ നിറങ്ങളുള്ള മുഖമായി ക്യൂബിനെ മാറ്റിയെടുക്കുക എന്നതാണ് കളിക്കാരന്റെ ലക്ഷ്യം. പസിൽ പരിഹരിക്കാൻ പല സമവാക്യങ്ങളുമുണ്ട്. എന്നാൽ വേഗത്തിൽ പരിഹരിക്കുക എന്നതാണ് കളിയിലെ മിടുക്ക്. ഏറ്റവും വേഗതയിൽ റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്യുന്നവരെ കണ്ടെത്താനുള്ള രാജ്യാന്തര മത്സരങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടത്തിവരുന്നു. 4 സെക്കൻഡ് കൊണ്ട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത മിടുക്കന്മാരുണ്ട്. സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുവാനും മസ്തിഷ്ക വേഗത കൂട്ടാനും വിദ്യാർത്ഥികളും മറ്റുള്ളവരും റുബിക്സ് ക്യൂബ് ഉപയോഗിക്കുന്നു. റുബിക്സ് ക്യൂബ് മറ്റൊന്നുകൂടി പഠിപ്പിക്കുന്നു: ക്ഷമ. അതില്ലാത്തതാണല്ലോ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നവും. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.